my dears, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വ്ളോഗിൽ കമൻറ്റ് വന്നായിരുന്നു. അതായത് എൻ്റെ കസിനാണ് കമൻറ്റ് ചെയ്തത്. അവൾ UAE-യിലാണ്. അപ്പോൾ അവൾ കമൻറ്റ് ചെയ്തത് ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പി ഇടാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ആ ഒരു കോൾഡ് കോഫി തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇത് എൻ്റെ ഒരു സ്റ്റൈൽ കോൾഡ് കോഫിയാണ്. അപ്പോൾ ഈ കോൾഡ് കോഫി കുടിച്ചവരാരും ഇതുവരെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണ് എന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കോൾഡ് കോഫി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. മറ്റേ നമുക്ക് ബ്രൂ ഇൻസ്റ്റന്റ് ചെറിയ സാഷ് കിട്ടുമല്ലോ വാങ്ങിക്കാൻ, അതായാലും മതി. ഇപ്പം എനിക്ക് വീട്ടിൽ ഈ ഒരു ഡേവിഡോഫിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെടുക്കുന്നു. ഇത് പൗഡറി അല്ല, ഇത് കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ഗ്രാനുവൽസ് ആണ്. അപ്പം ഞാനിങ്ങനെ ഒരു 3 ടീസ്പൂൺ അളവിലെടുക്കുകയാണേ. ഇത് നോക്കിയ കോഫി എടുത്തിട്ട് ഈ കോഫിയിലോട്ട് നല്ല ചൂട് വെള്ളം ഒഴിക്കണം. അതായത് നല്ല തിളച്ച വെള്ളം, അതിങ്ങനെ ആവി പോകുന്ന വെള്ളം. കാണാമോ? കണ്ടോ? ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. ഇതിനി തണുക്കണം. അതായത് നമ്മളൊരു റൂം ടെമ്പറേച്ചറിലോട്ട് ആയതിനു ശേഷമേ നമുക്ക് ഇതിനി മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഇന്നലെ ഞാൻ ഐക്കേന്ന് ഓർഡർ ചെയ്ത ഒരു പാഴ്സൽ വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പോയി നോക്കിയിട്ട് വരാം, അതെന്തൊക്കെയായിരുന്നു ഞാൻ ഐക്കേന്ന് വാങ്ങിയതെന്ന്. അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു മൺഡേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തായിരുന്നല്ലോ, പാസ്തയൊക്കെ കുക്ക് ചെയ്ത മോനെ വയ്യായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയ. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലനീഷ് ലിപ് സ്ലീപ്പിംഗ് മാസ്കിൻ്റെ. അപ്പോൾ അത് തീർന്ന് അത് ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ ഹെയർ മാസ്കും തീർന്നായിരുന്നു. ഞാൻ ഡവ് ഹെയർ മാസ്ക് ആയിരുന്നു ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ ഹെയർ കെയർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡവിൻ്റെ ഷാമ്പുവും തീർന്നു, ഡവിൻ്റെ ഹെയർ മാസ്കും തീർന്നു. ഞാൻ ഡവ് ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ മറ്റേ ലോറിയലിൻ്റെ ഒരു കാണിച്ചു തരാം, അതാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഹെയർ മാസ്ക് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർന്നപ്പോഴാണ് ഡവ് വാങ്ങിച്ചത്. അപ്പോൾ ഡവ് തീർന്നപ്പോൾ ലോറിയൽ ഓർഡർ ചെയ്തു. അങ്ങനെ ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് ലോറിയലിൻ്റെ ഷാമ്പു ആണ്, ലോറിയൽ അബ്സല്യൂട്ട് റിപ്പയർ ഷാമ്പു. പിന്നെ ഞാൻ ഈ ഒരു ഷാമ്പുവും പിന്നെ അവരെ തന്നെ ലോറിയൽ അബ്സല്യൂട്ട് റിപ്പയർ ഹെയർ മാസ്കും, ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ടാണ് വാങ്ങിയത്. ഇത് ഓഫർ ഉണ്ടായിരുന്നു. എത്രയാണ് റേറ്റ് എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാനിവിടെ കൊടുത്തേക്കാം. ഷാമ്പുവും ഹെയർ മാസ്കും കൂടെ ഓർഡർ ചെയ്തപ്പോൾ ഒരു മിനി ഹെയർ മാസ്ക് ഫ്രീ കിട്ടി. ഇത് എത്ര ml ആണ്? ഇത് 75 ml. അപ്പം ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് 75 ml ഉള്ള ഹെയർ മാസ്ക് ഫ്രീ കിട്ടി. എൻ്റെ ഹെയർ മാസ്കും ഹെയർ ഷാംപൂസ് കണ്ടീഷണേഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഹെയർ കെയർ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്, ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ലനീഷിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. അപ്പോൾ എൻ്റെ ലിപ് കെയർ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി ലിപ് കെയർ പ്രോഡക്ട്സും അതിനകത്ത് ലിപ് പിഗ്മെൻറ്റേഷനും ഡ്രൈനെസ്സിനും ഒക്കെയുള്ള എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലിപ് കെയർ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അത് ഞാൻ ഇവിടെ മേളിലും കൊടുത്തേക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഞാൻ ഡെയിലി ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഇടും, ഞാനത് സ്കിപ്പ് ചെയ്യത്തില്ല. ഇതിൻ്റെ ഒരു അഫോർഡബിൾ വണ്ണാണ് ഫോക്സ്ടെയിൽ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലിപ് കെയർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാനൊരു ലിപ് പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു സെറവും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സെറമാണ്. അപ്പോൾ ഞാൻ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ വേറെ ഒരുപാട് ഫ്ലേവർ ഉണ്ട്, വാനില, പിന്നെ ബബിൾ ഗം, അങ്ങനെ ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ബെറി ഫ്ലേവർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഡെയിലി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതാണ്. നല്ല സ്ലീപ്പിംഗ് മാസ്കാണ്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് 8 ഗ്രാമാണ്. ഇതിന് 500 എത്രയോ ആണ്. പക്ഷെ നമുക്ക് ഓഫർ സമയത്ത് കുറച്ചും കൂടെ വില കുറഞ്ഞു കിട്ടും. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല, ഇത് കുറേ നാൾ നിൽക്കും. അപ്പോൾ നമ്മളെ കോഫി നല്ല മെൽറ്റായി റൂം ടെമ്പറേച്ചറിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോൾഡ് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് മിക്സിയുടെ ജാറിൽ ഞാൻ കാഷ്യൂവും പിന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് ഈ കാഷ്യൂവും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം.
കാഷ്യൂവും പഞ്ചസാരയും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഈ ഒരു കോഫി മിക്സ് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു ഫ്രോസൺ മിൽക്കും കൂടെ ഒഴിക്കാം. ഇത് ഒരു പാക്കറ്റ് പാലാണ്. ഇത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീഴുന്നില്ലല്ലോ, ഇപ്പൊ വീഴും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. വാനില ഐസ്ക്രീം 2-3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമും ആഡ് ചെയ്യാം. പക്ഷേ ചോക്ലേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്യുമ്പം ആ ഒരു കോഫിയുടെ ഫ്ലേവർ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ വാനില ഐസ്ക്രീമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം കോഫി ലവർ ആണോ അത്രയും നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു 3 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്തോളൂ. കാരണം എനിക്കൊരു കോഫിയുടെ ഒരു ഫ്ലേവർ ഒരു മീഡിയം ലെവലാണ് ഇഷ്ടം, ഓവറാവുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത്രയും ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കോഫി പൗഡർ വേണമെങ്കിൽ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യത്തില്ലേ, മെൽറ്റ് ചെയ്യത്തില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് അതിനനുസരിച്ച് കോഫി പൗഡർ ഇടാം. ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ജാറിൻ്റെ ഹാഫ് പോർഷനിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സിയിൽ അടിച്ചടിച്ച് അതിൻ്റെ ഒരു ഫുൾ ഇങ്ങനെ വരണം. ആ ഒരു പതയാണ് ഇതിൻ്റെ മെയിൻ. ആ ഒരു പത ഇങ്ങനെ ജാറിൻ്റെ ഫുള്ള് വേണം. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലോട്ടാണ് കോൾഡ് കോഫി ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഈ ഒരു ബ്രൗൺ കളർ ഒന്നിങ്ങനെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൽ മറ്റേ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ ഹെർഷി സിറപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സിറപ്പും എല്ലാം ഒഴിച്ച് ഇങ്ങനെ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഗ്ലാസ്സിലോട്ട് നമുക്കിനി കോൾഡ് കോഫി ഒഴിച്ചു കൊടുക്കാമേ. ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിന് മുന്നേ ഞാനൊരു 10 സെക്കൻഡും കൂടെ ഒന്ന് അടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു കോൾഡ് കോഫി ഒന്ന് റിച്ച് ആക്കണമെങ്കിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. ഇത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ കോൾഡ് കോഫിയുടെ ആ ഒരു കോഫി ഫ്ലേവറും അതിൻ്റെ കൂടെ ചെറിയ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണത്. ഈ ഒരു കോൾഡ് കോഫി ഞാൻ ഫാദുക്കാരുടെ ഫ്രണ്ട് കിവിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കിവിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിവിക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കിവി പറഞ്ഞു ഇത് കോൾഡ് കോഫിയൊന്നുമല്ല, ഇത് കോഫി ഷേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് കോൾഡ് കോഫി ആയിട്ടാണോ തോന്നുന്നത്, കോഫി ഷേക്ക് ആയിട്ടാണോ തോന്നുന്നത്? ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞതുപോലെ ഞാനിത് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ ഇനി ഒരു ഗ്ലാസും കൂടെ കിട്ടുമോ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കുടിച്ചവരുമുണ്ട്. സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാത്തു ഒരു ഡൈഹാർഡ് കോൾഡ് കോഫി ഫാനാണെന്ന്. പിള്ളേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു കോൾഡ് കോഫിയാണിത്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.